ഗൈസ് നമ്മളിപ്പോൾ ഒളിമ്പിക്സിൻ്റെയൊക്കെ ഒരു സാഹചര്യത്തിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ നമ്മളുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് സാധാരണഗതിയിൽ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ എനിക്ക് നിങ്ങളുമായിട്ട് പറയണമെന്ന് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ, ചില കണക്ട് ചെയ്യാൻ പറ്റുന്ന, അതിൽ സ്പോർട്സും ഫുട്ബോളും എല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പ്രധാനമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ സാധാരണഗതിയിൽ പറയാത്തൊരു കാര്യം പറയാം. ഇപ്പം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നിയാൽ നിങ്ങൾക്കത് ചെയ്തു കൊടുക്കാവുന്നതായിരിക്കും എന്നുള്ളതാണ്. കാരണം അങ്ങനത്തെ ചില കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണെങ്കിലും നമുക്കറിയാം, ഈ ഒരു ഫിഫ വേൾഡ് കപ്പ് അല്ലെങ്കിൽ ഒളിമ്പിക്സും ഒക്കെ വരുന്നൊരു സമയത്താണ് ഏറ്റവും ഉയർന്നു കേൾക്കുന്നൊരു ചോദ്യമാണ്, 140 കോടി ജനങ്ങളുണ്ട്, പക്ഷേ ഇന്ത്യക്കൊരു ഗോൾഡ് മെഡൽ നേടാൻ ഒരാളില്ല, അല്ലെങ്കിൽ ഇന്ത്യ എന്തുകൊണ്ട് വേൾഡ് കപ്പിൽ കളിക്കുന്നില്ല, ഇന്ത്യക്ക് എന്തുകൊണ്ട് ഒരു 11 താരങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും എല്ലാവരും ബ്ലെയിം ചെയ്യുക ഒറ്റ കാര്യത്തെ ആയിരിക്കും. സാധാരണഗതിയിൽ അതൊരു ഹ്യൂമൻ ബിഹേവിയർ ആണ്. നമ്മളിപ്പം എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ ഒന്നിലേക്ക് ബ്ലെയിം ചെയ്യുക, അല്ലെങ്കിൽ അതിൽ പഴിചാരിയിട്ട് നമ്മൾ തന്നെ സ്വയം രക്ഷിക്കുക അല്ലെങ്കിൽ രക്ഷപ്പെടുക എന്നുള്ള രീതി, അത് തന്നെയാണ് ഈ ഒരു സ്പോർട്സ് കൾച്ചറിലോ അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെ പെർസ്പെക്റ്റീവിലോ ഒക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്. ഒരു കാര്യത്തെ മാത്രം ബ്ലെയിം ചെയ്യുക, അതായത് അതോറിറ്റീസ്, അവരാണ് എല്ലാത്തിനും കാരണം, അതുകൊണ്ടൊന്നും നടക്കുന്നില്ല എന്നുള്ളത്. അപ്പം ആ കാര്യമൊന്നും എനിക്ക് ആദ്യം പറയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അത് ഒരിക്കലും നമുക്ക് നിഷേധിക്കാനായിട്ട് സാധിക്കുകയില്ല. ഇപ്പം നമ്മളുടെ ഇന്ത്യയിലെ ഒരു സ്പോർട്സ് കൾച്ചർ തന്നെ അത്ര മികച്ചതല്ല എന്നുള്ളത് നമുക്ക് പറയേണ്ടി വരും. അതായത് നമ്മളുടെ ഒരു എഡ്യൂക്കേഷൻ രീതിയിൽ സ്പോർട്സിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് എന്നുള്ളത് നോക്കണം. ഇപ്പം ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആശിഷ് നഗിയുടെ ഒരു ട്വീറ്റ് കണ്ടിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം അതിനകത്ത് പറയുന്നൊരു കാര്യമാണ്, നമ്മളുടെ ഒരു എഡ്യൂക്കേഷനിൽ നമ്മളുടെ ഒരു സ്പോർട്സ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു എഡ്യൂക്കേഷൻ കരിക്കുലത്തിൽ തന്നെ ഉൾപ്പെടുത്തുക എന്നുള്ള ഫാക്ടർ, അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഏറ്റവും ലോവർ ക്ലാസ് മുതൽ ഇപ്പം 12th സ്റ്റാൻഡേർഡ് വരെ ആ ഒരു ലെവലിൽ വരെ അതിന് ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ അറിയാം, അകപ്പാട് ഒരാഴ്ചയിൽ ഒരു PT പീരീഡൊക്കെയാണ് ഉണ്ടാകുക. അതും ചിലപ്പം ഒരു ഹൈസ്കൂൾ ലെവലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റ് സബ്ജക്റ്റുള്ള ടീച്ചേഴ്സ് കൈയടക്കുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടാകാറുണ്ട്. അപ്പം ഇത് ഏതാണ്ട് ഒരു തെറ്റാണ് എന്നുള്ള രീതിയാണ് കാണുന്നത്. അതായത് ഒരു കായികാധ്വാനം ചെയ്തൊരു സ്പോർട്സ് കളിക്കുന്നു, അല്ലെങ്കിൽ ഇതൊക്കെ അതെല്ലാം കളിച്ചു കഴിഞ്ഞാൽ തെറ്റാണ്, മറ്റേത് ഒരു അക്കാഡമിക് പരിപാടികൾ മാത്രമാണ് ശരി എന്നുള്ള രീതിയിലാണ് എൻ്റെ ഒരു സ്കൂൾ വിദ്യാഭ്യാസ കാലത്തൊക്കെ ഇതിനെ പല ടീച്ചേഴ്സും കണ്ടിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പറഞ്ഞല്ലോ, ഇപ്പം ഈ സ്പോർട്സ് എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ്റെ കരിക്കുലമായിട്ട് കൊണ്ടുവരുന്ന പല രാജ്യങ്ങളും, ഇപ്പം ഏഷ്യയിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ചൈന, ജപ്പാനോ അല്ലെങ്കിൽ കൊറിയ പോലത്തെയൊക്കെയുള്ള രാജ്യങ്ങളും, അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളും, യൂറോപ്പിലെ പല രാജ്യങ്ങളും, അമേരിക്കയിലെ പല രാജ്യങ്ങളും, ഇവരുടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് സബ്ജക്ട്സ് ഒക്കെ പോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ്, ഒരു കുട്ടി ഇപ്പം 4 മണി വരെ സ്കൂളിൽ പഠിക്കും, അത് കഴിഞ്ഞ് ട്യൂഷൻ ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ വേറെ വിദ്യാഭ്യാസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇങ്ങനത്തെ തരത്തിലൊക്കെയാണ് കാര്യങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്പോർട്സിനുള്ളൊരു സാഹചര്യം എവിടെയാണ്? അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇപ്പം നമുക്കിപ്പം പല വിദേശത്തെ ഞാൻ പറഞ്ഞ ഈ രാജ്യങ്ങളിലൊക്കെയാണെന്ന് വെച്ചാൽ ഉച്ചവരെ ക്ലാസ്സുകളുള്ളൂ, അതിനുശേഷം അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി എന്താണ്, അതായത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട എന്താണോ അതിലേക്ക് അവർക്ക് ഫോക്കസ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു സമയം ഓരോ ദിവസവും കിട്ടുകയാണ്. അപ്പം ഇത് ഒരു യങ് ഏജിൽ തന്നെ കിട്ടുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ ലെവലിൽ തന്നെ കിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ കുട്ടികൾ പലപ്പോഴും ഇത് കിട്ടുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനമാണ്. ഇപ്പം ഈ ഒരു സ്പോർട്സ് ഇതിൻ്റെ ഒരു എഡ്യൂക്കേഷൻ്റെ ഒരു കരിക്കുലത്തിൻ്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ തന്നെ പല ഗുണങ്ങളും ഉണ്ട്. ഇപ്പം നമ്മളുടെ ഇപ്പോഴത്തെ നമ്മുടെ ഒരു ഫുഡ് കൾച്ചറൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോഴും ഒരു പഴയ തലമുറയുടെ പല കാര്യങ്ങളും പിന്തുടർന്ന് വരുന്ന പല കാര്യങ്ങളൊക്കെ എടുക്കാം. ഇതൊക്കെ പണ്ടൊക്കെ ചിലപ്പം അധ്വാനിച്ച് ജീവിച്ചിരുന്ന ആളുകളുടെ ഒരു ഭക്ഷണ രീതിയായിരിക്കും നമ്മളിപ്പോഴും ഇത് ചെയ്യുന്നത്. പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ളൊരു കായിക അധ്വാനം നമ്മൾ ഇപ്പോൾ നടത്തുന്നുണ്ടോ, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈ രോഗങ്ങളൊക്കെ വളരെ ചെറുപ്പത്തിൽ, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ ഒരു സ്പോർട്സിൻ്റെ ഒരു വരവ് തീർച്ചയായിട്ടും നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ജനറേഷനെ വളർത്തിയെടുക്കാമെന്ന് പറയുന്നൊരു ഫാക്ടറുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതിൽ എക്സ്ട്രാ ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ, കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവരെ മുന്നോട്ട് നയിക്കുക എന്നുള്ളൊരു ഫാക്ടറും ഈ ഒരു സ്പോർട്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന ഭാവി താരങ്ങളൊക്കെ ഉണ്ടാകുകയുള്ളൂ. പിന്നെ ഈ പറഞ്ഞ ക്രിക്കറ്റോ ഫുട്ബോളോ അല്ലെങ്കിൽ മറ്റു ചില ഗെയിംസിലോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവർക്കാണെങ്കിൽ ഒരു ലീഗ്സ് ഒക്കെ കാണും. അപ്പം അവർക്ക് അതിൽ നിന്ന് ഏൺ ചെയ്യാനുള്ളൊരു സാഹചര്യമുണ്ട്. പ്രധാനമായിട്ടും ഞാൻ പറയുകയാണെങ്കിൽ അവർക്കൊന്നുമല്ല ഈ ഒരു ഗവൺമെൻറ് സപ്പോർട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് ജോബ് എന്നൊക്കെ പറയുന്ന തരത്തിൽ വരേണ്ടത്. ഈ പറഞ്ഞ പോലെ മറ്റ് അത്ലറ്റിക്സ് അങ്ങനത്തെ ഒരു സാഹചര്യം, ലീഗ് സാഹചര്യങ്ങൾ, മറ്റ് മണി ഏൺ ചെയ്യാൻ പറ്റാത്ത അവർക്കൊക്കെയാണ്. ഇപ്പോൾ ഒരുപാട് ആളുകളുണ്ട് ഇപ്പോഴും ഈ ഒളിമ്പിക്സിലൊക്കെ ഇത് ചെയ്തിട്ടും ഒരു കൃത്യമായിട്ടുള്ളൊരു ജോലി ഇത് ചെയ്ത്. അപ്പോൾ അങ്ങനത്തെ സിസ്റ്റംസൊക്കെ കറക്റ്റ് ആക്കുക, ഇതാണ് ഈ പറഞ്ഞ പോലെ സിസ്റ്റത്തിൻ്റെ ഒരു കുഴപ്പമായിട്ട് പറയാനുള്ളത്. പക്ഷേ
ഒരു സിസ്റ്റം ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ടാലൻറ്റിനെ ആർക്കെങ്കിലും തടയാൻ പറ്റുമോ? ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. അതിന് ഞാൻ ഏറ്റവും പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യമാണ് ആഫ്രിക്ക അല്ലെങ്കിൽ കരീബിയയിലെ ചില രാജ്യങ്ങൾ. അപ്പോൾ ഇവിടുന്ന് വരുന്ന ചില ഒരു ടാലൻസ് വന്നിട്ട് അവർ ഭയങ്കര ഒരു ഒട്ടും നല്ല സാഹചര്യത്തിൽ നിന്നായിരിക്കത്തില്ല വരുന്നത്, ഭയങ്കര ഒരു ദരിദ്ര രാജ്യമായിരിക്കും അവർ. പക്ഷേ അവർ വന്നിട്ട് ഗോൾഡുകളൊക്കെ അടിച്ചു കൂട്ടുന്ന സാഹചര്യം നമ്മുടെ കൺമുമ്പിൽ തന്നെ കണ്ടിട്ടുണ്ട്. എന്തിനു പറയുന്നു, ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് പറയാം, നമ്മുടെ ജാവലിംഗ് ത്രോയിൽ അർഷാദ് നദീബിൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാലും അദ്ദേഹം ഏത് സാഹചര്യത്തിലാണ് വന്നത്? ഒരുപക്ഷെ മിക്ക ആളുകളും കേട്ടിട്ടുണ്ടായിരിക്കും. പാകിസ്ഥാനിൽ നിന്ന് വന്ന വളരെ കുറച്ച് വിരലെണ്ണാവുന്ന അത്ലറ്റ്സിൽ ഒരാൾ മാത്രമാണ് നദീം. അപ്പം അദ്ദേഹത്തിനൊരു സ്പോൺസർ ഇല്ലായിരുന്നു, അദ്ദേഹത്തിനൊരു ജാവലിംഗ് വാങ്ങാനുള്ള പണം പോലും ഇല്ലാത്ത സാഹചര്യം. അത് പിന്നെ നാട്ടുകാർ സഹായിച്ചിട്ടൊക്കെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് വന്ന് അദ്ദേഹം ഇന്ന് വേൾഡ് ചാമ്പ്യനായിട്ട് മാറി. വർഷങ്ങൾക്ക് ശേഷം ഒരു മെഡൽ നേടുന്നു. എനിക്ക് തോന്നുന്നു പാകിസ്ഥാനിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടൊരു ഇൻഡിവിജ്വൽ ഗോൾഡ് മെഡലാണ്. അങ്ങനത്തെയൊക്കെ ഒരു സാഹചര്യം വരെ എത്തിക്കുന്നൊരു തരത്തിലേക്ക് വരുന്നു. അതാണ് പറഞ്ഞത്, ഒരു ടാലൻ്റ് ഉണ്ട്, ഹാർഡ് വർക്കും ഡിറ്റർമിനേഷനും ഉണ്ടെങ്കിൽ ഒരിക്കലും അവരെ തടയാൻ സാധിക്കില്ല. എന്തിന് നമ്മൾ ഇന്ത്യയിലേക്ക് തന്നെ വരാം. ഇപ്പോൾ PR ശ്രീജേഷിൻ്റെ കാര്യം നമുക്ക് എടുക്കാം. അദ്ദേഹം മലയാളിയാണ്. ഇപ്പം അദ്ദേഹം എന്താണെന്നുള്ളത് ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യമൊന്നുമില്ല. കാരണം ഹോക്കി എന്ന് പറയുന്ന ഗെയിമിന് കേരളത്തിൽ എത്രത്തോളം പോപ്പുലാരിറ്റി ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം ഹരിയാനക്കാരുടെ അല്ലെങ്കിൽ പഞ്ചാബുകാരുടെയൊക്കെ ഒരു കുത്തകയായിരുന്ന ഒരു ഗെയിമാണ്. അവിടെ പോയിട്ടാണ് PR ശ്രീജേഷ് 2 ഒളിമ്പിക് മെഡൽ നേടുന്നത്. അത് വെറുതെ ഒന്നും നേടുന്നതല്ല, ആ 2 നേട്ടത്തിലും അദ്ദേഹത്തിൻ്റെ പങ്ക് എത്രത്തോളമാണെന്നുള്ളത് പറയുമ്പോൾ കഴിഞ്ഞ ബ്രോൺസ് മെഡൽ മാച്ച് നോക്കി കഴിഞ്ഞാൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രോമമൊക്കെ എണ്ണിച്ച് നിൽക്കും. അതേ തരത്തിലുള്ളൊരു അതാണ് നമുക്കിപ്പോൾ ഒരു വേൾഡ് ലെവലിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ഇപ്പം പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. ഇപ്പം ഉള്ളതിൽ ലോകത്തിലെ ബെസ്റ്റ് ആണെന്നോ, ഗോൾ കീപ്പർ ആണെന്നോ, അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലായിട്ട് പറയുന്നത് ഇന്ത്യയുടെ ഗോഡ് കീപ്പർ എന്ന ലെവലിൽ വരെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പം അത്രയും അനുകൂലമല്ലാത്തൊരു സാഹചര്യത്തിൽ നിന്ന് വന്നിട്ട് കൂടി ഒരു ഹയസ്റ്റ് ലെവലിൽ എത്താൻ സാധിച്ചു എന്നുള്ളത്, അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ടാലൻ്റ് ഉണ്ടായിരുന്നു, അദ്ദേഹം അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തു, ആ ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു, അതിലെത്തി. പിന്നെ ഒരു കുട്ടിയായിരിക്കുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞതുപോലെ സിസ്റ്റത്തിനോടൊപ്പം തന്നെ സപ്പോർട്ടിങ് സിസ്റ്റം അത് എപ്പോഴും പേരൻസിൽ നിന്നാണ് കിട്ടേണ്ടത്. അത് വേണം. ഞാനതൊക്കെ പലപ്പോഴും പല വീഡിയോസിലും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം ഒരു 5-6 വയസ്സുള്ള കുട്ടികൾ അവിടം തൊട്ടേ അവർക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യുക എന്നുള്ളത്, അത് കൊടുക്കാനായിട്ട് വർഷങ്ങൾക്ക് ശേഷം 140 കോടി ഉണ്ടായിട്ട് എന്താ വരാത്തതെന്ന് ഈ പേരൻ്റ് തന്നെ ഇരുന്ന് പറയുന്നതിൽ യാതൊരു വിധത്തിലൊരു അർത്ഥവും ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ചെറിയ കുട്ടികളുടെയൊക്കെ ഈ സ്കില്ലോ ഡ്രിബിളിങ് അങ്ങനത്തെയൊക്കെ ഇടുന്ന ചില ഇൻസ്റ്റാ പേജൊക്കെ ഇതൊക്കെ ഞാൻ ഫോളോ ചെയ്ത് അവരോട്ടൊക്കെ മെസ്സേജ് അയക്കുകയോ ഇതൊക്കെ ചെയ്യും. അതിനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേരൻസ് കാണിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അവരുടെ കുട്ടിക്ക് ആ ഒരു സ്പോർട്സിൽ ഒരു ഇൻട്രസ്റ്റ് കൊടുക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ. അപ്പം സോ അതിന് ഉറപ്പായിട്ടും ഈ പറയുന്ന പോലെ ഇൻഫോർമേഷൻ എക്സ്ചേഞ്ചും ചെയ്യാറുണ്ട്. അവരുടെ അടുത്ത് നിന്ന് എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചറിയുകയും അല്ലെങ്കിൽ എനിക്കറിയാവുന്ന വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരുമായിട്ട് ഷെയർ ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ ഈ ഒരു പേരൻസൊക്കെ ഇടുന്ന അവർ കാണിക്കുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ് അവരുടെ ഒരു പാഷൻ കൂടിയാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ പൊതുവെ എല്ലാവരും ഒരു ഒറ്റ ഡയറക്ഷനിലാണ് ചിന്തിക്കാറുള്ളത്. നമുക്കറിയാമല്ലോ, ഏതെങ്കിലും ഇപ്പം നമുക്ക് തന്നെ അറിയാം. ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു +2 കഴിഞ്ഞ കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും MBBS എൻട്രൻസ് ഓർ എൻജിനീയറിങ് എൻട്രൻസ് ഇങ്ങനത്തെ ഒരു ഞാനിത് രണ്ടും എഴുതിയിട്ടില്ല, ഞാൻ സയൻസ് തന്നെയായിരുന്നു. പക്ഷേ ഇതിലൊന്നും അല്ലായിരുന്നു ഇൻട്രസ്റ്റ്. പക്ഷേ എന്നാൽ എൻ്റെ ഇൻട്രസ്റ്റ് അല്ലാത്ത മേഖലയിൽ പിന്നെ എനിക്ക് പഠിക്കേണ്ടി വന്നു. പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആ വീണ്ടും നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് അതിലേക്കൊക്കെ എത്തും. പക്ഷേ ഈ സ്പോർട്സ് എന്ന് പറയുന്നൊരു ഇതാകുമ്പോഴത്തേക്ക് ഇതിനൊക്കെ ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ഇതിലേക്കൊക്കെ എത്തിപ്പെടേണ്ട ഒരു സമയത്ത് തന്നെ നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യും. ഇപ്പം പോലെ ആ ഒരു ചെറുപ്പത്തിൽ സപ്പോർട്ടിങ് സിസ്റ്റം എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പലരും ഈ ക്രിക്കറ്റിനെയൊക്കെ കുറ്റം പറയാറുണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ ഫുട്ബോൾ ഫാൻസിൻ്റെ ഇടയിലാണുള്ളത്. ഞാൻ ഒരിക്കലും ക്രിക്കറ്റിനെ ഇത് ചെയ്തില്ല. കാരണം അവർ ഈ പറഞ്ഞ പോലെ ഒരുപാട് നാൾ ഈ പറഞ്ഞ പോലെ സർവൈവ് ചെയ്ത് തന്നെയാണ് ആ ഒരു ഗെയിം ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ആയിട്ട് വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ക്രിക്കറ്റിംഗ് ഗെയിമിൽ സ്റ്റാർസ് ഉണ്ടാകുമ്പോഴാണ്. ഇപ്പം പണ്ടത്തെ കാലത്ത് ഗവാസ്കറും അല്ലെങ്കിൽ കപിൽ ദേവ്, അതിനുശേഷം സച്ചിൻ, ഗാംഗുലി, ദ്രാവിഡ് എറയൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് ധോണി, വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, ഇപ്പം ബുംറയുടെയൊക്കെ എറ, അത് കഴിഞ്ഞ് ഇനി നോക്കിക്കഴിഞ്ഞാലും ഗില്ലിൻ്റെയോ ജയ്സ്വാളിൻ്റെ ഒക്കെ എറ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അതായത് ടാലൻസിന് ഒരിക്കലും പഞ്ഞം വരുന്നില്ല. കാരണം ഇപ്പോൾ ഒരു പ്ലെയർ ചിലപ്പോൾ ഒരു വേൾഡ് ലെവലിലൊരു അച്ചീവ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ അത്രയും ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ PR ശ്രീജേഷിൻ്റെ കാര്യം ഞാൻ തന്നെ പറഞ്ഞപ്പോൾ എത്ര പേര് അദ്ദേഹത്തെ മോട്ടിവേഷൻ ഉൾക്കൊണ്ടാണ്. ഒന്നും വേണ്ട. ഇപ്പം നീരജ് ചോപ്ര എന്ന് പറയുന്ന ഒരു ജാവലിംഗ് ത്രോ അത്ലറ്റ്,
അദ്ദേഹം വരുന്നതിന് മുമ്പ് നമുക്ക് ജാവലിൻ ത്രോയിൽ എന്തെങ്കിലും ഇന്ത്യക്ക് നേട്ടം ഉണ്ടായിരുന്നു. ഇദ്ദേഹം കഴിഞ്ഞ വർഷം ഒന്ന് ഗോൾഡ് അടിക്കുന്നു, ഇത്തവണയും തുടർച്ചയായിട്ട് മെഡൽ നേടുന്നു. അദ്ദേഹം എത്രത്തോളം കുട്ടികളെ ഒരു മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പം ചിലപ്പോൾ ഒരു ടാലൻ്റ് ആയിരിക്കും, ആ ഒരു ടാലൻ്റ് ആകുമ്പോൾ അപ്പം ആ ടാലൻ്റ് ആകാൻ നിങ്ങൾക്കോ നിങ്ങളുടെ കുട്ടിക്കോ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് മാറിയവരായിരിക്കും. ഫുട്ബോളിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും പറയുന്നതാണ്, നമ്മുടെ ഫുട്ബോളിൽ പ്ലേയേഴ്സ്, നമ്മുടെ നാട്ടിലെ പ്ലേയേഴ്സൊക്കെ പലപ്പോഴും ലിമിറ്റ് ചെയ്യപ്പെട്ടു പോകുന്നുണ്ട്. അതിന് ചിലപ്പം പല കാരണങ്ങളായിരിക്കും, സാമ്പത്തികം ബുദ്ധിമുട്ടുകളുള്ളവരുണ്ടാകും. പക്ഷേ ഒരു പരിധി കഴിഞ്ഞ് ആരും അങ്ങോട്ട് പോകുന്നില്ല എന്നുള്ളത് നമുക്ക് വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ ലിമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഒരു യൂറോപ്പിൽ ഒരു ഹൈ ലെവലിലൊക്കെ പോയി കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിൽ മൊത്തത്തിൽ തന്നെ ഒരു ഗുണകരമായിട്ട് മാറുന്ന കാര്യമായിരിക്കും. നമ്മുടെ ഒരു പ്ലേയേഴ്സും അങ്ങനെ ഒരു റെഗുലറായിട്ട് പോയി കളിക്കുന്നില്ല, പക്ഷേ പോയി കളിച്ചവർക്കൊക്കെ ഗുണമുണ്ടായിട്ടുണ്ട്. ഇപ്പം ചേത്രി പോയി കളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഗുർപ്രീത് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, സുബ്രതോ പോൾ, ഇവർക്കൊക്കെ പിന്നീട് അവരുടെ കരിയറിൽ ബെനിഫിറ്റ് ഉണ്ടായിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ISLൻ്റെ കാര്യം എടുത്താൽ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ സാഹചര്യം എടുത്തു കഴിഞ്ഞാൽ ഓവർ പെയ്ഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് അങ്ങോട്ട് പോകാൻ മടിയാണ്. ഇപ്പം നേരെ ഇന്ന് പ്രീമിയർ ലീഗിലോ ലാ ലീഗിലോ കളിക്കാൻ പറ്റുമെന്നല്ല, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, റിപ്പീറ്റ് ചെയ്യുകയാണ്. നമുക്ക് ഈ പറഞ്ഞതുപോലെ ലോവർ ലീഗ്സിലൊക്കെ കളിച്ചിട്ട് പിന്നീട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വലിയ ലീഗ്സിൽ വരിക. ഇനി അവിടെ വലിയ ലീഗ് കളിക്കാൻ പറ്റിയില്ലെങ്കിൽ വീണ്ടും തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി കൂടി അത് ഇന്ത്യൻ ഫുട്ബോളിന് ഗുണം ചെയ്യും, അദ്ദേഹത്തിന് ബെറ്റർ സാലറി കിട്ടുമെന്ന് പറയുന്ന പല ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഈ ഡിപ്പാർട്ട്മെൻറ്റ് സൈഡ്സിൽ ചില പ്ലേയേഴ്സ് പോകുമ്പോഴത്തേക്കും അവിടെ തളച്ചിട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഈ ക്ലബ് കൾച്ചർ വന്നപ്പോഴത്തേക്കും പ്ലേയേഴ്സിനൊക്കെ ജോബ് ഉണ്ടാകുന്നുണ്ട്, ബെറ്റർ സാലറി കിട്ടുന്നുണ്ട്. പക്ഷേ ആ ഒരു ഡെവലപ്മെൻറ്റ് ആസ്പെക്റ്റിൽ നോക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞതുപോലത്തെ പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് ഈ പറഞ്ഞ പോലത്തെ ഒരു പ്രശ്നങ്ങൾ. ഞാൻ ആലോചിക്കുന്നത്, ഈ പറഞ്ഞ പോലെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള കൺട്രീസിൽ നിന്ന് വന്നിട്ടുള്ള ഇപ്പോൾ സാല ആണെങ്കിലും, അല്ലെങ്കിൽ സാദിയ മാനെ ആണെങ്കിലും, അല്ലെ ഒബമിയാങ്, ഇങ്ങനത്തെ കുറേ ടാലൻസ് ഉണ്ടല്ലോ. അപ്പം ഇവർ ചിലപ്പോൾ ഒറ്റ സ്റ്റാർസിനെ കൊണ്ടായിരിക്കും അവർക്ക് വലിയ നേട്ടങ്ങൾ. ഇപ്പം സാല അന്ന് സ്റ്റാറായി, അടുത്ത വർഷം ഒരു വേൾഡ് കപ്പ് കളിച്ച്, ഇങ്ങനത്തെ പല കാര്യങ്ങളും നേടിയെടുക്കാം. കാരണം പിന്നെ നോക്കി ഈ ഫ്യൂച്ചറിൽ വരുന്ന ഫുട്ബോളേഴ്സിനെ ഈ പറഞ്ഞ പോലെ വലിയ രീതിയിലുള്ള ഡ്രീംസ് കാണാനും, അല്ലെങ്കിൽ ആ ലിമിറ്റേഷൻസ് മറന്നിട്ട് ഡ്രീംസ് കാണാനും ഒക്കെ സഹായകരമാക്കും. അപ്പോൾ അതിലും കൂടി ഒരു പോസിറ്റീവ് ഉണ്ടാക്കണം. അത് ഞാനിപ്പോൾ ഒളിമ്പിക്സുമായിട്ട് ഈ ഫുട്ബോളിൽ ഒന്ന് കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഈ നീരജ് ചോപ്രയുടെയും ശ്രീജേഷിൻ്റെയും മറ്റ് നദീമിൻ്റെയും കാര്യമൊക്കെ വെച്ചിട്ട് ഒന്ന് പറഞ്ഞു എന്നുള്ളത് മാത്രം. അതിൻ്റെ ഇടയിലൊരു കാര്യം കൂടി ഞാൻ പറയുന്നു, ഈ പറഞ്ഞ പോലെ യൂറോപ്പിൽ എന്ന് പറഞ്ഞിട്ട് പണം വാങ്ങി 10 ലക്ഷം രൂപ ഒക്കെ വാങ്ങി, അല്ലെങ്കിൽ ഇത്ര ലക്ഷങ്ങൾ വാങ്ങിയിട്ട് കൊണ്ടുപോകുന്ന പരിപാടിയുണ്ട്. അതിന് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. അതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട്. എനിക്ക് ചിലപ്പോൾ ടാഗ് ചെയ്യുക അല്ലെങ്കിൽ അല്ലാണ്ട് വരികയൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ അതിനെപ്പറ്റി വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോയിൽ സംസാരിക്കാം, അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ എന്നുള്ളത്. ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനൊരു കാര്യം പറഞ്ഞു, യൂറോപ്പിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഏത് വിധേനയും പോകുന്നില്ല. നമ്മൾ ഇപ്പോൾ ഇവിടെ പെർഫോം ചെയ്ത് അവിടെ നിന്ന് ട്രയൽസ് അറ്റൻഡ് ചെയ്ത് മെറിറ്റിൽ കിട്ടണം, അല്ലാണ്ട് പണം കൊടുത്ത് അങ്ങോട്ട് പോയി കിട്ടുന്ന പരിപാടിയല്ല പറഞ്ഞത്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ട് ഒന്ന് കമ്പോസ് ചെയ്യാൻ പറ്റുമോ കാണിക്കാൻ സനി.